സഹോദരങ്ങളെ, നിങ്ങൾക്ക് എന്നെ അറിയാമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഞാൻ പരിചയപ്പെടുത്താൻ വരുന്നില്ല. കാരണം പരിചയപ്പെടുത്താൻ ആരായി എൻ്റെ കഴുത്തിൽ കത്തി വെക്കാൻ വരുന്നെന്ന് എനിക്കറിയാനൊക്കത്തില്ല. ഇവരാരും നേരെ വരത്തില്ല, ഇതുവരെ വന്നിട്ടുമില്ല, ഇനിയും വരത്തുമില്ല. എന്നാൽ ഇന്നിപ്പോൾ പറയാൻ പോകുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് ബാക്കി ഓട്ടോ സഭയെക്കുറിച്ച് പറയാം. കാരണം ഓട്ടോ സഭയിലെ ഒരു മെമ്പറാണ്. സാധാരണ ഒരു സ്ഥലത്തെ മെമ്പറല്ല. പുത്തങ്കാവ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ, അതായത് ഓട്ടോ സഭയുടെ പ്രധാന ദേവാലയങ്ങളിലൊന്നാണ്. അതുകൊണ്ട് അവിടുത്തെ മെമ്പറാണ്. അതുകൊണ്ട് എനിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനൊക്കെ പറ്റുള്ളൂ. അത് തന്നെയല്ല ഓട്ടോ സഭയെക്കുറിച്ച് ഞാൻ പറയത്തുള്ളൂ. എന്നാൽ ഇന്നൊരു പുരോഹിതൻ്റെ ശവോടൊക്കെ ശുശ്രൂഷ, അവിടെ ഈ പുരോഹിതന്മാരെല്ലാം കൂടെ ഈ മരിച്ച പുരോഹിതൻ്റെ ഡെഡ് ബോഡി പൊക്കി മേലോട്ട് പൊക്കിയിട്ട് പറയുക, പരീസായുടെ അവകാശിയായ പുരോഹിത സമാധാനത്താനെ പോവുക. എവിടെ പരീസായുടെ പുരോഹിതനാകുമ്പോൾ അവകാശിയാണ് ഈ പുരോഹിതൻ? ഞാൻ ഇന്ന് ഓർത്തോ സഭയിലെ എല്ലാ മെത്രാന്മാരോടും പുരോഹിതന്മാരോടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ അവകാശപ്പെടാനൊക്കും? പരീസ ആരുടെ വാസ്തവമാണ്? പരീസ ദൈവമാണ്. അവിടെ നിങ്ങൾക്ക് പോകാൻ പോകും. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യവും ഞാൻ എൻ്റെ വീഡിയോ ചോദിച്ചിട്ടുള്ളതാണ്. ദൈവം ലോകത്തിൽ ജനിച്ചിട്ട് 33 വർഷം കൊണ്ടായിട്ട് ഒരു ദരിദ്രവാസി പുരോഹിതനും ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ടില്ല. ദൈവത്തിന് ജനിച്ചതൊക്കെ കാണാൻ പോയില്ല. അത് കഴിഞ്ഞിട്ടും ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ടില്ല. ദൈവം എൻ്റെ ദരിദ്രവാസി പുരോഹിത വർഗമേ, നിങ്ങളോട് വല്ല കാര്യം ഈ 33 വർഷത്തിനിടയിൽ നിങ്ങളോട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കൃപാനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നീയൊക്കെ ഉത്തരം തരത്തില്ല. നീയൊക്കെ ഓരോന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞെടുത്തിരിക്കുക. കാരണം നമ്മുടെ സുഖജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നത്, ഈ പുരോഹിതൻ മരിച്ചാൽ അവരോട് പറയാം, പരീസായുടെ അവകാശിയായ പുരോഹിത സമാധാനത്താനെ പോവുക. പുരോഹിതൻ നല്ലവനാ, നല്ല ശബരിയക്കാരിൽ തന്നെ പുരോഹിതനെ കുറിച്ച് കാണുന്നുണ്ട്. ഒരു മനുഷ്യർ മുറി വെച്ച് കിടക്കുമ്പോൾ അത് കണ്ടിട്ട് ദൂരെ മാറിപ്പോയ പുരോഹിതൻ. ഈ ബൈബിളിൽ ഏതായാലും നിങ്ങളെ കുണം പിടിക്കാത്ത പുരോഹിത വർഗമേ, നിങ്ങൾ എവിടെ നിന്നാണ് ദൈവവിശ്വാസം, ദൈവത്തെക്കുറിച്ച് അറിഞ്ഞത്? ബൈബിളിനെ കുറിച്ചാണല്ലോ. ബൈബിളിൽ നിങ്ങളെക്കുറിച്ച് ഏതെങ്കിലും നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇനി ഞാൻ ചോദിക്കുകയാണ്, ഒന്ന്, ഒരു കൊലപാതകം ചെയ്യുന്നവനേക്കാളും കൊലപാതകം ചെയ്യിക്കുന്നവനാണ് കുറ്റക്കാരൻ. അത് മനസ്സിലാക്കുക. നിങ്ങൾ ഇന്ന് എല്ലാ കുണം പിടിക്കാത്ത പുരോഹിത വർഗവും കൂടെ ആ കള്ളനെ പിടിച്ച് വിരുത്തി വെച്ച് ഇപ്പം ഞാൻ മദ്യപാനികൾക്ക് തെമ്മാടിക്കുഴിയിൽ അവരെ അടക്കാനായിട്ട്. നല്ല കാര്യം മക്കളെ, അവരവിടെ കിടക്കട്ടെ. മദ്യപാനി അവൻ്റെ കാശ് അവൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടാണ്. എന്നാൽ ഞാൻ ചോദിക്കുന്നു മക്കളെ, ഈ കാതോലിക്കല്ല നിങ്ങളെ കുണം പിടിക്കാത്ത ഏത് പുരോഹിതനല്ല വെട്ടാൻ നിങ്ങൾ പുരോഹിത വർഗത്തോട് ഞാൻ നിങ്ങൾ ഈ തീരുമാനം എടുത്തോണ്ട് ചോദിക്കുകയാണ്. നിങ്ങളുടെ ഈ ഓർത്തോ സഭയിൽ ഇന്നും ഒരു ബെസ്റ്റാനെ കുറിച്ചൊരു വീഡിയോ വന്നു. ആണ് ഞാനിപ്പോൾ എൻ്റെ ഈ വീഡിയോ കഴിഞ്ഞാൽ അത് ഇട്ട് തരും എല്ലാവർക്കും. മക്കളെ, കുണം പിടിക്കാത്ത ഒരു ജാതിയാണ് ഈ പുരോഹിത വർഗം. അവന്മാർ, ഞാൻ പറഞ്ഞു, ആത്മീയ വിലയ്ക്ക് ഇറങ്ങുന്നവർ,
ആത്മീയ വേലയ്ക്ക് ഇറങ്ങണം. അവിടെ ലൗകികം ഒരു സൈഡിലാകാവൂ. ഇന്ന് ആത്മീയ വേലയ്ക്ക് ഇറങ്ങുന്നവർക്ക് പ്രധാനം ലൗകികമാണ്. ദൈവത്തിൻ്റെ സമയത്ത് എത്ര ആത്മീയ വേലക്കാരുണ്ടായിരുന്നു, ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസ്, അവൻ്റെ കൂട്ടാളികൾ, അവരെത്ര പേർ ലൗകിക ജീവിതത്തിൽ കൂടെ പോയി എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഈ വിശ്വാസികളോട് എനിക്ക് പറയാം, വിശ്വാസികളെ പോലെ ഇങ്ങനെ കുണം പിടിക്കാത്ത ഒരു ജാതി. കാരണം അവസരത്തിലൊത്ത ബെത്രാനാണെങ്കിലും പുരോഹിതൻ്റെ ആണെങ്കിലും അവൻ്റെ കീഴെ പോയി നിൽക്കുക. എന്തിനാ? ഉടനെയൊക്കെ സ്വർഗത്തെ അവൻ പറഞ്ഞു വിടുന്നുണ്ട്. നീയൊക്കെ പോകൂടാ, നീയൊക്കെ പോകും, പറഞ്ഞുതരാം. ഇന്ന് ഒരു ബെത്രാൻ, ഞാൻ പറഞ്ഞു, I2I ന്യൂസ് സുനിൽ മാത്യു ഒരു അരിക്കൻ തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ്? ഉള്ള സത്യം വിളിച്ചു പറയുന്നു. അതുകൊണ്ട് അവൻ സ്വയം വിളിച്ചു പറഞ്ഞു അല്ല, ആരെങ്കിലും അവൻ അതുപോലെ വിശ്വസിക്കത്തക്കവണ്ണം തെളിവ് കൊടുത്ത് അവനോട് പറയുന്നതല്ലാതെ അവനൊന്നും വിളിച്ചു പറയുന്നില്ല. ഏതെങ്കിലും തെറ്റുവാസിക്ക് അല്ലാതെ പറയാമോ? ഈയിടെ ഒരു ബ്രദറിൻ്റെ ഒരുത്തൻ പറഞ്ഞു, അവനോട് പറഞ്ഞു, അവൻ്റെ പേര് ഓർക്കുന്നില്ല, ആ ബെന്തിക്കോസ് സഭയെ ചന്തക്കോസ് സഭ എന്ന് പറഞ്ഞവൻ്റെ യൂട്യൂബ് ചാനൽ ക്ലോസ് അടപ്പിക്കണം, അവനെ വിടാൻ പാടില്ല. അപ്പോൾ ഈ പറഞ്ഞ് കേട്ട ആളിനറിയാം, I2I ന്യൂസ് ചാനലിനെ ഉപദ്രവിക്കാൻ പോയാൽ അവന് തന്നെ ദോഷമാണ്. കാരണം അവന് ഉത്തരം പറയേണ്ടി വരും. I2I ചാനൽ ക്ലോസ് അടയ്ക്കാനോ അടയ്ക്കുകയുമില്ല. അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ മണ്ണിൻ്റെ ഏതായാലും കൊള്ളാം. അവൻ മെഴുക് പരുവത്തിൽ അവിടെ ഇവിടെ ഇല്ലാതെ തൊട്ടുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് എല്ലാ സഭകളിലും അവിടെ നടക്കുന്ന തെമ്മാടിത്തരവും കൊടതാഴിയും കാണാനായിട്ട് അവിടുത്തെ പുരോഹിത വർഗം അല്ല, ആ സഭയുടെ അല്ലേ അവരുടെ മേലുള്ളവർക്ക് ഈ സംഭവം കാണാനുള്ള കാര്യത്തില്ല. അതുകൊണ്ട് ആ സമയത്ത് ഇവരുടെ കണ്ണിന് തിമിരം പിടിപെടും. അവർ കണ്ടില്ല, കേട്ടില്ല. അത് തന്നെയാണ് നിക്കോദീമോസ്. ഇവൻ ആരാന്നറിയാമോ? നിരക്കൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? നിരക്കല്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലത്തെ പുരോഹിത വർഗത്തിന് പുരോഹിതനായിട്ട് വരുന്നത് ആരെന്ന് ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം പഴയ കാലങ്ങളിൽ അവർ പുരോഹിത വരയ്ക്കെന്ന് പറഞ്ഞാൽ അവരതിൻ്റെ രീതിയിൽ വളർന്നു വന്ന് പുരോഹിത വരയ്ക്ക് പോകുമായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനല്ല. അവർ സ്കൂളും കോളേജും എല്ലാം രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാം പ്രവർത്തിച്ചേച്ച് ഒരു രക്ഷയിത് കാണുമ്പം നേരെ കുപ്പായം എടുത്തിട്ടാന്ന്. ഞാൻ അതിനെക്കുറിച്ച് ഇനിയും പറഞ്ഞുതരാം. അതിനു വേണ്ടി കുപ്പായം എടുക്കാൻ പോവും. അതിന് പറ്റാത്ത പോലത്തെ ഈ നിക്കോദീമോസിനെ കുറിച്ച് പോലുള്ളവൻ്റെ അടുത്താണെങ്കിൽ ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ ഒന്നല്ല 10 തെമ്മാടികളെ അവൻ പുരോഹിത ഭവനായിട്ട് അവരെ ഉണ്ടാക്കാനായിട്ട് വിടും. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ പുരോഹിത വർഗം മുഴുവൻ അവരുടെ ചെറുപ്പകാലത്ത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അവരുടെ ആ സ്വഭാവം കാണിക്കും. അല്ലാതെ അവരെ ആത്മീയ വേലയ്ക്കെന്നും പറഞ്ഞ് ബൈബിളിൽ പറയുന്നുണ്ട്, ആത്മീയ വേലയ്ക്കെന്നും പറഞ്ഞ് ജനിക്കുന്നവൻ അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരിക്കും. അത് കഴിഞ്ഞ് അവൻ പുറത്തു വന്നാലും അതാണ് ശമൂവേൽ.
ഇനി ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, ഏതായാലും കൊള്ളാം. നിക്കോഡിമോസ് ആ കള്ളത്തായോടി ഒരു സ്ത്രീയോട് സംസാരിച്ച സംസാരം, അവൻ അവളെ നോക്കിക്കോളാം, സഭ അറിയത്തില്ല, എന്തു വന്നാലും ഞാൻ നോക്കിക്കോളാം, ഞാൻ ഏറ്റിരിക്കുന്നു, നീ എൻ്റെ അടുത്ത് വന്നേച്ചാൽ മതിയെന്ന്. എന്തൊരു ആത്മീയത! അവൻ പറഞ്ഞു, എനിക്ക് എല്ലാം ഉണ്ട്, ആത്മീയത ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് ഇന്നത്തെ ആത്മീയത, ഓർത്തഡോക്സ് സഭയിലെ ആത്മീയത. ഞാൻ പറഞ്ഞുതരാം, ഇത് നിക്കോഡിമോസ് തന്നെയല്ല, സ്വർഗഭോഗികളുടെ കൂട്ടായ്മ തന്നെയുണ്ട് ഓർത്തഡോക്സ് സഭയിൽ. ഈ കള്ളക്കാതോലിക്ക അവൻ കാശിനു വേണ്ടി യൂത ദൈവത്തെ ഒറ്റിക്കൊടുത്ത പോലെ സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് കാശ് മാത്രം മതി. കാരണം ഇന്ന് ഏതെങ്കിലും ഒരു സഭയിൽ, സ്വന്തം സഭയിലെ ഇടവകയ്ക്കെതിരെ കേസ് നടക്കുന്ന ഏതെങ്കിലും സഭയുണ്ടോ? ഈ കള്ളം കാതോലിക്ക ഒരു സ്കൂളിൻ്റെ കാര്യത്തിൽ ആ സ്കൂളിൽ നടത്തിക്കൊണ്ടുവന്ന ഇടവകയ്ക്ക് വേണ്ടി ഇടവകയുടെ പേരിൽ കേസ് നടത്തുന്നു. ഇപ്പോൾ പാളയം പള്ളിയിൽ അവരുടെ സ്ഥലം എടുത്തിട്ട് അവൻ്റെ അമ്മയുടെ PR സെൻറ്റർ ഉണ്ടാക്കാനായിട്ട് അവിടെ, അതും പറയുന്നു അത് കള്ളപ്രമാണം ഉണ്ടാക്കി എന്നുള്ളതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം പറയുന്നത്. ആ വീഡിയോ നിങ്ങൾ കേൾക്കണം, കാണണം. ഈ കള്ളമെത്ര വാവ ഇവർക്കൊക്കെ പിടിപാടെന്ന് പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ കോടിക്കണക്കിന് രൂപ ഉണ്ട്. ഇവനൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ്, ഒന്നുമല്ല. വിശ്വാസികളുടെ കാശ്, അവർ നേർച്ച കാശിരുന്ന കാശ്, ദൈവത്തിന് കാശിൻ്റെ ആവശ്യമില്ല. ഈ കള്ളത്തായൊളികൾക്ക് ആ കാശിൻ്റെ ആവശ്യം, അവന്മാർക്ക് ജീവിക്കാൻ 2-3 കോടികളുടെ കാറുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കാനായിട്ട്. ഈവൻ ട്രിവാൻഡ്രത്തെ പാളയംപള്ളിയുടെ സ്ഥലം അവൻ്റെ പേരിലാക്കി ഈ കള്ളം കാതോലിക്ക. എങ്ങനെ? ഇനിയിപ്പം ഞാൻ പറഞ്ഞുതരാം, കാലമണിയില്ല മക്കളെ. ഞാൻ ഒന്ന് പറഞ്ഞു, അന്ന് ഹന്ന ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഏലിയ വാതിക്കൽ കസേരയിൽ നിന്ന്, കാരണം വേറെ ആരും ആ പള്ളിയിലേക്കകത്തില്ല, ആരും വരുന്നില്ല. ആ ചുറ്റുപാട് ഇനിയും വരുന്നു. ഈ കള്ളപ്പുരോഹിതന്മാരും മെട്ടാന്മാരും ഒക്കെ, മെട്ടാന്മാരെ അരമനയിൽ ആ സ്ഥലത്തിൽ കൂട്ടിയിരിക്കത്തേ ഉള്ളൂ. ഒരു നേരത്തെ ആഹാരം ഞാൻ പറഞ്ഞു, ഇന്ന് നിങ്ങൾ 4 മഞ്ഞും പെരുന്നാൾ ആഘോഷിക്കുന്നു. ആ ആഘോഷങ്ങളുടെ പ്രധാന ഉദ്ദേശം എന്താ? തടയുകയും കൊണ്ട് എല്ലായിടത്തും കയറി പിരിവ് നടത്തുക. ഈ പിരിവ് നടത്തുന്നവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന് ആർക്ക് വേണ്ടിയാണ് പിരിവ് നടത്തുന്നത്? ദൈവത്തിന് വേണ്ടിയാണോ അതോ ദേവാലയത്തിന് വേണ്ടിയാണോ? ദേവാലയം ഇന്നും ചോർന്നൊളിച്ച് കിടക്കുന്നു. ദരിദ്രവാസികൾ നോക്കുന്നില്ല. ഫാദർ അവയിൽ അവിടെ വന്നിട്ടുണ്ട്. എന്നെങ്കിലും എൻ്റെ മുന്നേ വരും, ഞാൻ ചോദിക്കും. അവൻ കുറേ വാചകം അടിച്ചിട്ടുണ്ട് വാട്സാപ്പിൽ, അതൊക്കെ ഞാൻ ചോദിക്കും. ആരെന്ത് പറഞ്ഞാലും ഇന്ന് ദേവാലയത്തെ നോക്കാൻ ആരുമില്ല. പിരിവെടുത്തിട്ട് പടക്കവും ചെണ്ടമേളങ്ങളും, എന്താ ചെണ്ടമേളം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഉന്മേഷമില്ല. പള്ളിയിൽ വാദ്യമേളങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്ക് പാട്ട് പാടാനൊരു സുഖമില്ല. ഇന്ന് ദേവാലയങ്ങൾ ആത്മീയ ഗീതങ്ങൾ പാടുന്ന ശബ്ദത്തെക്കാൾ കൂടുതൽ മ്യൂസിക്കിൻ്റെ ശബ്ദമാണ് ഉയർച്ച കേൾക്കുന്നത്. നിങ്ങൾ എവിടെ വരെ നോക്കിക്കോ, അതിന് പ്രത്യേക ആൾക്കാരുണ്ട്. ഇവരൊക്കെ വേണ്ട. പൊട്ടക്കായി പള്ളി തന്നെ
പെൺപിള്ളേർ നടക്കുന്നുണ്ട് പാടിക്കൊടുക്കാൻ വരെ ആൾക്കാരാ. അവരുടെ കൂട്ടത്തിൽ നിന്നും പാടുന്ന ചെറുപ്പക്കാരുണ്ട്. ഞാൻ ചോദിക്കുന്നു, എന്താ അവരൊരുമിച്ച് നിന്ന് പാടിക്കിനൊക്കോ? അവരൊരുമിച്ച് ഒരു പെണ്ണും ചെറുക്കനും കൂടെ എവിടെ നിന്നാലും ഞാൻ കാണുന്ന കാഴ്ചയാണ്. അവർക്ക് എവിടെയും അവിടെ എപ്പോഴും മനസ്സിൽ അവരുടെ ചിന്ത വേറെ രീതിയിൽ പോവും. ഓരോരുത്തരെ നിർത്തണം. സാരമില്ല, തെമ്മാടിക്കുഴിഞ്ഞുങ്ങളുണ്ടാക്കി ഓർത്തോ സഭയിലെ കാതോലിക്കായും ആരൊക്കെയായി ചെമ്മാടിക്കുഴി ഉണ്ടാക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ അവരോട് എനിക്കൊരു ചോദ്യം. ഈ വ്യഭിചരിച്ചും സ്വവർഗഭോഗം ചെയ്തും ഇന്നും നിക്കോദിമോസിനെ കുറിച്ച് പറഞ്ഞ വീഡിയോ ഇട്ട് തരാം. ഇവർക്കൊക്കെ ഏത് കുഴിയാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്? ഒരു പുരോഹിതൻ മരിച്ചപ്പം അവനെക്കുറിച്ച് പറഞ്ഞ പരീസായുടെ അവകാശിയായ പുരോഹിത സമാധാനത്തെ പോവുക. ഏത് പുരോഹിതൻ സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് കുർബാന അർപ്പിച്ചിട്ടുണ്ട് ഇതുവരെ? ആ കുർബാന അർപ്പിക്കുന്ന സമയത്ത് നിന്റെ മനസ്സിൽ എന്ത് ചിന്തയാണ് ഉള്ളത്? ഒന്നുകൂടെ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പരിശുദ്ധ പുരോഹിത വർഗമേ, നിങ്ങൾ പരിശുദ്ധ മദ്ബഹായിൽ കുർബാന അർപ്പിക്കുന്നു. നിങ്ങൾ പറയുന്നു അപ്പവും വീഞ്ഞും വാഴ്ത്തുക. നിങ്ങൾക്കറിയാം ദേവാലയത്തിൻ്റെ പരിശുദ്ധ മദ്ബഹായിൽ ദൈവം വസിക്കുന്നു. ആ ദൈവത്തിൻ്റെ മുൻപിലാണ് നിങ്ങൾ പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ അപ്പത്തെയും വീഞ്ഞിനെയും വാഴ്ത്തുക എന്ന് പറഞ്ഞ് അവിടെ സൃഷ്ടാവ് അവിടെ ഇരിക്കുന്നിടത്താണ് സൃഷ്ടാവിനെ മാറ്റിയിരുത്തിച്ച പരിശുദ്ധ റൂഹ. അതിൻ്റെയാണ് ഇന്ന് കൗർസഭ നടക്കുന്ന കന്യാമറിയാമിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന. കന്യാമറിയാമിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിവുണ്ടോ? അല്ല ഏതെങ്കിലും പരിശുദ്ധന്മാർ കഴിവുണ്ടോ? ഇല്ല. ദൈവം യേശു തന്നെ പറഞ്ഞു, എൻ്റെ പിതാവ് അറിയാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവം എൻ്റെ പിതാവ് പറയുന്നത് ഞാൻ കേൾക്കുന്നു. എൻ്റെ പിതാവിനോട് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നത് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കന്യാമറിയാമിനെ എൻ്റെ മധ്യസ്ഥത, ഇന്നാരുടെ മധ്യസ്ഥത. അന്ന് ദൈവം ക്രൂശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ യെരൂശലേം ദേവാലയത്തിൽ തീർച്ചയായും കീറിയതിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പം പിന്നെ ആവർത്തിക്കുക. അത് അന്ന് പറഞ്ഞ വാക്ക് അവിടെ എന്തുവാ? ഇനിയും എനിക്ക് നിങ്ങൾക്കും ഇടയിൽ ഒരു മധ്യസ്ഥനില്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് സെറാബിയും ചുണയുണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിക്കേ, സെറാഫീമേ നീ ബാംഗ്ലൂർ സൂചിച്ച് വെച്ചു ഇപ്പം തുമ്പോണ്ടിരുന്ന് വെച്ചും നീ ചെറുപ്പക്കാരെ കയ്യിലെടുത്ത് നിങ്ങളുടെ പുറകെ നടക്കാനായിട്ട് കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് നടക്കുക. ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത സമയത്ത് ഒരു മെത്രാൻ പറഞ്ഞത്, ഞാൻ ഭർത്തമറിയ സമാജ ആൾക്കാരെ കാണുമ്പോൾ ഒളിച്ചു ഓടുകയാണ്. കാരണം എന്തുവാ? അവൻ പ്രോമിസ് ചെയ്തതല്ല, അവൻ ഒരു പുസ്തകം എഴുതി കൊടുക്കുക മർത്തമറിയ സമാജക്കാർക്ക്, അവരത് വായിച്ചു പഠിക്കാനായിട്ട്. എന്താ കൊച്ചു പുസ്തകത്തിലുള്ളതെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഞാനന്ന് ആവശ്യപ്പെട്ടു ഇത് കണ്ടപ്പോൾ ആ മെത്രാനോട് ഒരു പുസ്തകം എനിക്കൂടെ തരുമോ എന്ന്. ഏതായാലും ഈ ഒന്നിനും ആൻസർ തരത്തില്ല. എന്നല്ല, ഞാൻ പണ്ട് പറഞ്ഞ പോലെ തന്നെ ഇന്നോട്ടോ സഭയിൽ ഏതെങ്കിലും ഒരു പുരോഹിതൻ വ്യഭിചരിച്ചോ സുവർഗഭോഗം ചെയ്തതാണ് ഞാൻ അവനെ ഉടനെ പുരോഹിത സ്ഥാനത്തുനിന്ന് കോർപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് അവരോധിക്കുന്ന ഓട്ടോ സഭയാണ് ഇന്നുള്ളത്. ഏതായാലും കൊള്ളാം. ഇന്ന് ഞാൻ ദേവാലയത്തിൽ ചെന്നിരുന്നു. ഓരോരുത്തരെ കണ്ട. ഇപ്പം ഞാൻ ദേവാലയം ചെല്ലുന്ന സമയത്ത് വായിക്കുവാൻ പോലും വെളി കാണത്തില്ലെന്നുള്ളതാണ്. അത് എൻ്റെ കുഴപ്പമാണോ
ആരുടെ കുഴപ്പമാണെന്നില്ല, അവർക്ക് ജോലിയൊന്നുമില്ല. ഏതായാലും ഓഫീസിലെ കതവ് വരെ അടച്ചിട്ടിരിക്കുകയായിരിക്കും അടച്ചിട്ടിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഏതായാലും 3 വർഷത്തേക്ക് എനിക്കൊരാളിനെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഏതെങ്കിലും സമയത്ത് കിട്ടും. ഇവൻ ഡോക്ടറേറ്റ് എവിടുന്ന് ഏത് സബ്ജക്റ്റിലാണ് എടുത്തതെന്ന് ഞാൻ അവനോട് ചോദിക്കും. അവൻ ചുടേണ്ട പറയട്ടെ. അവൻ പുരോഹിത വേല എടുത്തു വെച്ച് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എന്തെല്ലാം കാര്യം സാധിച്ചു എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഏതായാലും കൊള്ളാം സഹോദരങ്ങളെ, നല്ല കാര്യം. വിശ്വാസികളായ ഓർത്തഡോക്സ് സമൂഹമേ, നിങ്ങൾ ഈ പുരോഹിത വർഗത്തെ വിശ്വസിക്കുവിൻ. ബൈബിളിൽ പറഞ്ഞ ഇവരോ പോകത്തില്ല സ്വർഗത്തിൽ, മറ്റുള്ളവർ സ്വർഗത്തിൽ പോകാൻ അനുവദിക്കുകയില്ല. എന്ത് അതുപോലെ നിങ്ങൾ എല്ലാ ആഴ്ചയും പോയി കുമ്പസാരിച്ച് കുർബാന ചെയ്ത്, നിങ്ങൾ എല്ലാ ആഴ്ചയും പോയി കുമ്പസാരിച്ച് കുർബാന കൊള്ളുന്നതിൻ്റെ ഉദ്ദേശം എന്താ? എന്നും നിങ്ങൾ പാപം ചെയ്തുകൊണ്ട് എന്ത് പാപം ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്ത്? അതൊന്ന് പറയാമോ നിങ്ങൾക്ക്? വേണ്ട, പോട്ട മക്കളെ. ഏതായാലും നിക്കോദീമോസിൻ്റെ അടുത്ത് വേണ്ടപ്പെട്ടവർ പോവുകയും ഈ വർത്തമാന സമാജത്തിൽ ഇപ്പം പെണ്ണുങ്ങൾ ഓരോ ഡയറിയും പിടിച്ച് മറ്റും പഞ്ചാസങ്ങൾ കയറി ഇറങ്ങുന്നുണ്ട്. അത് നിക്കോദീമോസിൻ്റെ അടുത്തോട്ട് നിങ്ങൾക്ക് എളുപ്പം പ്രൊമോഷൻ കിട്ടും.